ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ വയനാട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിലെ ഒരു വിഭാഗത്തിനുള്ള തെറ്റിദ്ധാരണ മാറിക്കിട്ടിയോ? വയനാട് ഉരുൾപൊട്ടലിൽ രാജ്യത്തിൻ്റെ മറുപടി ഇന്ന് പ്രധാനമന്ത്രിയുടെ ശരീരഭാഷയിൽ കണ്ടതുവച്ചാണെങ്കിൽ ആശ്വസിക്കാൻ വകയുണ്ട്. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ, സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കാൻ കേന്ദ്രം ഉണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മുണ്ടക്കൈ ചൂരൽമല പൊട്ടലിനെ കാണുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ മോദി സർക്കാർ കേരളം പറയുന്നതിനെ അംഗീകരിക്കുകയാണോ? കേരളം ആവശ്യപ്പെട്ട ടൗൺഷിപ്പിനുള്ള 2000 കോടിക്ക് പുറമെ നഷ്ടം നികത്താൻ 1200 കോടി വേറെ വേണം. ലോൺ എഴുതി തള്ളണം. കാർഷിക മേഖലയ്ക്ക് സഹായം വേണം. ഇതിനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി എന്ത് എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. കേരളം വിശദമായ നിവേദനം നൽകണം. ദുരന്തത്തെ അതിജീവിച്ച ദുരന്തത്തിൽപ്പെട്ടവരെ പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇരകളോട് പ്രധാനമന്ത്രി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി ദുരന്തഭൂമിയുടെ മനസ്സ് അറിഞ്ഞു പ്രധാനമന്ത്രി. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ നഷ്ടം എന്താണെന്ന് പ്രധാനമന്ത്രിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും പതിവിലേറെ പരിശ്രമിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടും നിവേദനവും വിശദീകരണവും അംഗീകരിച്ച് വയനാടിന് പുതുജീവൻ നൽകേണ്ടത് ഇനി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തികളാണ്. ദുരിതം പെയ്തിറങ്ങിയ രാത്രിയിൽ നിന്ന് ഈ 12ാം നാൾ ആകുമ്പോൾ ഇല്ലാതായിപ്പോയ നാടിനെ തിരിച്ചു പിടിക്കാൻ, കേരളത്തിൻ്റെ വയനാടിൻ്റെ കൈ പിടിക്കാൻ ശരിക്കും കേന്ദ്രം കൂടെ ഉണ്ടാകുമോ? മോർബി ഡാം ദുരന്തം കണ്ട മോദിക്ക് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തം കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ കണ്ണിൽ ഇത് ദേശീയ ദുരന്തമോ അതോ അതിതീവ്ര ദുരന്തമോ എന്നാണ് ഇനി അറിയേണ്ടത്. മന്ത്രി മുഹമ്മദ് റിയാസും മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ളയും തത്സമയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ ചേരും. ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: PA മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രി, മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, പ്രധാനമന്ത്രി രാവിലെ എത്തുമെന്ന് പറഞ്ഞ സമയത്തിനും അല്പം മുമ്പ് തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തി. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർക്കും ചീഫ് സെക്രട്ടറിക്കും ഒപ്പം ഹെലികോപ്റ്ററിൽ അദ്ദേഹം വയനാട്ടിൽ എത്തി. അതിനുശേഷം റോഡ് മാർഗം ചൂരൽമലയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഒക്കെ പോയി അവിടെ ദുരിതത്തിൽപ്പെട്ടവരെയൊക്കെ അദ്ദേഹം കണ്ടു, ആശ്വസിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ കളക്ട്രേറ്റിലെത്തി അവിടുത്തെ യോഗത്തിൽ പങ്കുകൊണ്ടു അദ്ദേഹം സംസാരിച്ചു, തിരിച്ചുപോയി. എന്താണ് നമുക്ക് പ്രേക്ഷകരെ ഇക്കാര്യങ്ങളിലൊക്കെ കാണുന്ന പ്രത്യേകമായ കാര്യങ്ങൾ അറിയിക്കാനായി ഉള്ളത്? വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ. ഡോക്ടർ ലാൽ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പ്രധാനമന്ത്രി എത്തി. നോക്കൂ, ഈ ഒരു ദുരന്തമുണ്ടായി 12ാം നാൾ പ്രധാനമന്ത്രിയെ ഇവിടെ എത്തിച്ച് ഇതിൻ്റെ വയനാടുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ നേരിട്ട് തന്നെ അദ്ദേഹത്തെ അത് കാണിക്കാൻ, അറിയിക്കാൻ, വിശദാംശങ്ങൾ നൽകാനും ഒക്കെ കഴിഞ്ഞു എന്നത് തന്നെ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു വലിയ വിജയമായി കാണണം. ഒത്തൊരുമയുടെ വിജയം. സർക്കാരും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ മന്ത്രിമാർ, എല്ലാവരും ഒരു രാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ ജനപ്രതിനിധികളൊക്കെ
ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ജനങ്ങളും ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലത്തിൽ നമുക്കിതിന് സാധിച്ചു. അവിടെ തന്നെ ഇന്ന് രാവിലെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി കണ്ണൂരെത്തുന്നു. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ ചേർന്ന് സ്വീകരിക്കുന്നു. കാരണം വയനാടിൻ്റെ ഒരു ദുഃഖം, വയനാടിനേറ്റ ഒരു വലിയ ഏൽക്കേണ്ടി വന്നൊരു വലിയ ദുരന്തം, ഇത് കേരളത്തിൻ്റെ വിഷമമാണത്, ഈ ദുഃഖമാണ്. നമുക്ക് മാനസികമായി എത്രത്തോളം ഇത് ദുഃഖമുണ്ടാക്കി എന്നത് ഒരു എല്ലാവരും ഒരുമിച്ച് പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് കൊണ്ടുവന്ന് ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ ഒരു വലിയ നേട്ടമായി നമുക്ക് കാണേണ്ടത്. കാരണം പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ കണ്ണൂരിൽ നിന്ന് ഹെലികോപ്റ്ററിൽ പുറപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ വയനാട്ടിലെ കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നതിന് മുൻപ് ഈ ദുരന്ത ഭൂമിക്ക് മുകളിലൂടെ ആകാശ യാത്ര നടത്തി അദ്ദേഹത്തിന് ആ ദൃശ്യങ്ങളെല്ലാം, കാരണം നമുക്കറിയാം പലപ്പോഴും നമ്മൾ ആ ദുരന്തം ഉണ്ടായ സമയത്ത് ഏരിയൽ വ്യൂ ഉള്ള ഡ്രോൺ ദൃശ്യങ്ങൾ വന്നപ്പോഴാണ് നമുക്ക് പ്രേക്ഷകർക്ക് ശരിക്കും ഇത് എത്രത്തോളം ആഴമുള്ളതാണ്, എത്രത്തോളം വ്യാപ്തി ഉള്ളതാണ് ഈ ദുരന്തം എന്ന്, ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത്. അത്തരം ദൃശ്യങ്ങളിലൂടെയാണ് ശരിക്കും പ്രേക്ഷകർക്ക് പോലും ഈ ദുരന്തത്തിന്റെ എവിടം മുതൽ എവിടം വരെ ഇതുണ്ടായി, അല്ലെങ്കിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഇതിന്റെ ഒരു ദുരന്ത ഫലം നേരിടേണ്ടി വന്നു എന്നത് മനസ്സിലായത്. അതോടൊപ്പം തന്നെ പഴയ ദൃശ്യങ്ങൾ പിന്നീട് വന്നപ്പോഴും മനസ്സിലായി. ചില ഡ്രോൺ വിഷ്വലുകൾ പിന്നീട് വന്നിരുന്നു. നേരത്തെ ഈ ചൂരൽമലയിൽ സ്കൂളിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ ചിത്രീകരിച്ചിരുന്നതാണ്. അപ്പോൾ അതുമായി താരതമ്യം ചെയ്താണ് ജനങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലായത്. അപ്പോൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി കൊടുക്കാനായി ഹെലികോപ്റ്റർ യാത്ര, ആ യാത്രയിൽ ചീഫ് സെക്രട്ടറിയാണ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്. എവിടെ മുതൽ എവിടം വരെയാണ്, എത്ര ദൂരം, എത്ര നീളത്തിൽ, എത്ര വീതിയിൽ ഇത് നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ആ ഒറ്റ നോട്ടത്തിൽ അത് നമുക്ക് മനസ്സിലാവുമെങ്കിലും എത്രത്തോളം പേർക്ക് അവിടെ വീട് നഷ്ടപ്പെട്ടു, വിദ്യാലയങ്ങൾ നഷ്ടപ്പെട്ടു, ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചീഫ് സെക്രട്ടറിക്ക് അത് ഹെലികോപ്റ്ററിനുള്ളിൽ വെച്ച് തന്നെ വിശദീകരിച്ചു കൊടുക്കാൻ സാധിച്ചു. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി കൽപ്പറ്റയിലെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നത്. അവിടെ നിന്നും റോഡ് മാർഗം പിന്നീട് ഈ ദുരന്ത ഭൂമിയായ ചൂരൽമലയിലേക്ക് പോകുന്നു. അവിടെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ കരുതിയിരുന്നതിനേക്കാൾ എന്താണോ ഇത്രയും ദിവസം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ പലപ്പോഴും അഭിപ്രായപ്പെട്ടിരുന്നത്, അതൊക്കെ ആയിരിക്കുമല്ലോ ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കും അവിടെ ഒരു ഫീഡ്ബാക്കായി കിട്ടിയിട്ടുണ്ടാകുക. അതിനേക്കാളൊക്കെ വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് ഇന്ന് നേരിട്ട് കാര്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് വേണമോ കരുതാൻ? അതാണോ ഒരുപക്ഷെ പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ തിയോഫിൻ പറഞ്ഞതുപോലെ കൽപ്പറ്റയിൽ അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഓരോ ഘട്ടത്തിലും അദ്ദേഹം വളരെ പറഞ്ഞതിനേക്കാൾ ഷെഡ്യൂളൊക്കെ തെറ്റിച്ച കാര്യങ്ങൾ പോകുന്നൊരു തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനും കൂടി കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കൃത്യമായി എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും ലാൽ, അങ്ങനെ തന്നെ വേണം നമുക്കത് മനസ്സിലാക്കേണ്ടത്. കാരണം പലപ്പോഴും നേരിട്ട് ഇവിടെ എത്താതെ ദില്ലിയിലിരുന്ന് കേട്ടറിയുന്ന കാര്യങ്ങൾ, ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ, ഒപ്പം മറ്റ് മന്ത്രിമാരുൾപ്പെടെ ഉള്ളവർ നൽകുന്ന വിവരങ്ങൾ, വാർത്തകളായി കാണുന്ന വിവരങ്ങൾ, ഇതെല്ലാം കാരണം ഇത് മുഴുവനും ഒരുപക്ഷെ ഒറ്റയടിക്ക് ഈ ദുരന്തത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് അത് എത്തണമെന്നില്ല. കാരണം ഇന്ത്യയുടെ പല വിഷയങ്ങളിൽ, പല സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പക്കലേക്ക് എത്തുമ്പോൾ ആ കൂട്ടത്തിൽ ഒന്നായിട്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ. പക്ഷേ ദേശീയ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ എത്രത്തോളം കേരളത്തെ ഇത് ബാധിച്ചു, വയനാട്ടിലെ ജനങ്ങളെ ഇത് എത്രത്തോളം ബാധിച്ചു, എത്രത്തോളം ഒരു മെന്റൽ ട്രോമ ഇത് വയനാട്ടിലെ ജനങ്ങൾക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, കേരളത്തിനാകെ ഇത് ഉണ്ടാക്കി എന്നത് ബോധ്യപ്പെടുത്താൻ നമുക്ക് ശരിക്കും ഇന്ന് മാത്രമാണ് കഴിഞ്ഞത്. ഇത് ആ യാത്രയിൽ തന്നെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ലാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഷെഡ്യൂളുകളെല്ലാം വൈകിയാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ പകലത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കൊരു സംശയം അവസാന ഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു പക്ഷേ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതെ മടങ്ങുമോ എന്നൊരു സംശയം, അത്തരത്തിൽ ചില ഒരു സംശയിക്കപ്പെടുന്ന ഒരു സൂചനകളും നമുക്ക് വന്നിരുന്നു. എന്നാൽ അതെല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി വൈകുന്നേരത്തെ അവലോകന യോഗത്തിൽ ഇവിടെ നിന്നും വയനാട് നിന്നും മടങ്ങേണ്ട സമയത്തിനൊക്കെ അപ്പുറം ഈ സമയം നീണ്ടുപോയിട്ട് പോലും ഈ യോഗത്തിൽ പങ്കെടുത്ത് കൃത്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും ഒക്കെ കേട്ടറിഞ്ഞ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതെല്ലാം വിവരങ്ങൾ അറിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 50 മിനിറ്റോളം ഈ അവലോകന യോഗത്തിൽ അദ്ദേഹം ഇരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത്രയും
കാര്യങ്ങൾ കേട്ടറിയാൻ നമുക്ക് ഇത്രയും തിരക്കുള്ള നമുക്കറിയാം പലപ്പോഴും വളരെ പെട്ടെന്ന് കൃത്യമായ ഷെഡ്യൂളിൽ കാര്യങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് ഓരോ സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പക്ഷേ അദ്ദേഹത്തിന് വയനാട്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എല്ലാ ഷെഡ്യൂളുകളിലും വൈകി പോയിരുന്നു. കാരണം അദ്ദേഹം ക്ഷമാപൂർവം തന്നെ അദ്ദേഹം തന്നെയാണ് ഓരോരുത്തരോടും കണ്ട് സംസാരിച്ച് നമുക്കറിയാം ചൂരൽമലയിൽ ആളുകളോട് സംസാരിച്ചിരുന്നു. അവിടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു. പട്ടാളക്കാരോട് അദ്ദേഹം കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു. കാരണം അവർ നടത്തിയ എത്രത്തോളം പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി, എവിടെയെല്ലാമാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന കാര്യം ചോദിച്ചറിഞ്ഞു. മറ്റുള്ളവരോട് ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ സ്കൂൾ നശിച്ചു പോയത് എവിടെയാണ് എന്ന് അന്വേഷിച്ചു. ആ കുട്ടികളുടെ കാര്യങ്ങൾ നമുക്കറിയാം. കുട്ടികൾ ഇവിടെ ഈ ദുരന്തമുണ്ടായ ഭൂമിയിൽ നിന്ന് ജീവൻ വെടിഞ്ഞു പോയത് 36 കുട്ടികളാണ്. അത് കണക്ക്. ഇതുകൂടാതെ 17ഓളം കുട്ടികളെ കാണാതായിട്ടുണ്ട്. ഇതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന് നമുക്കറിയില്ല. അത് അങ്ങനെയാണെങ്കിൽ ഇത്രയധികം കുട്ടികൾ വിദ്യാർത്ഥികൾ അവിടെ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 കുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. അതെല്ലാം കുട്ടികളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ. ഇത് മാത്രമല്ല, കാർഷിക മേഖലയ്ക്കുണ്ടായ നഷ്ടങ്ങളുണ്ട്. മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നഷ്ടപ്പെട്ടു. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി വൈദ്യുത മേഖലയ്ക്കുൾപ്പെടെ. അതോടൊപ്പം ഇത്രയും വീടുകൾ പൊടി പോലുമില്ല, അടിത്തറ പോലുമില്ലാതെയാണ് വീടുകൾ ഒലിച്ചു പോയത്. അങ്ങനെ ഒരു ദുരന്ത ഭൂമിയിലാണ്. അവിടെ എത്തുമ്പോഴാണ് അതിന്റെ വ്യാപ്തി അത് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് അത് മനസ്സിലായത്. ഒരുപക്ഷെ പ്രധാനമന്ത്രി ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്ന സന്ദർശന സ്ഥലങ്ങളിൽ ഈ വെള്ളാർമല സ്കൂൾ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹം അവിടെ പോകുന്ന സാഹചര്യം ഉണ്ടായി. അവിടുത്തെ കുട്ടികളുടെ കാര്യം ഇപ്പോൾ തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ക്യാമ്പിലേക്ക് പോകുന്നു. മറ്റു സ്ഥലങ്ങളൊക്കെ ഈ ബെയിലിപ്പാലം ഉൾപ്പെടെയുള്ളതൊക്കെ സന്ദർശിച്ചതിന് ശേഷം ക്യാമ്പിലേക്ക് പോകുന്നു. ക്യാമ്പിൽ ആളുകളെ കാണുന്നു, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം ആശുപത്രിയിലേക്ക്, മൂപ്പൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ, പ്രത്യേകിച്ച് വളരെ ഗുരുതരമായി കഴിയുന്ന ആളുകളെയൊക്കെ അദ്ദേഹം കാണുന്നു. കുട്ടികളെ പോലും എടുക്കുന്നു, ഒരു കൊച്ചു കുട്ടിയെ എടുക്കുന്ന കാര്യം പോലും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടായതിന് ശേഷം ഇപ്പോൾ വയനാട്ടിൽ തിയോഫിൻ അവിടെയൊക്കെ പിന്നീട് മനസ്സിലാക്കിയതാണല്ലോ, അവിടെയുള്ള ആളുകളുടെ ഇടയിൽ ഒരു വലിയ പ്രതീക്ഷ, നമ്മൾ കേരളം ആവശ്യപ്പെടുന്നത് പോലെ തന്നെ കൃത്യമായ തരത്തിൽ ഈ ദുരന്തത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും, ഒരു പാക്കേജ് ഉണ്ടാകും. ഒരു പക്ഷേ അതിനപ്പുറമുള്ള ഒരു ടൗൺഷിപ്പ് നിർമ്മിതിയും അതിനുശേഷമുള്ള നമ്മുടെ നിവേദനത്തിൽ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു കൃത്യമായ ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് അവിടെയുള്ള ആളുകൾക്കിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് കാണാമോ തിയോഫിൻ? തീർച്ചയായും ലാൽ, അത്തരത്തിലൊരു വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് ഇവിടുത്തെ ഈ കൽപ്പറ്റ ടൗണിൽ, വയനാട് കൽപ്പറ്റ ടൗണിൽ പൂർണ്ണമായും രാവിലെ മുതൽ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി വരുന്ന സമയത്തിന് മണിക്കൂറുകൾ മുൻപേ തന്നെ, അദ്ദേഹം പോയ ശേഷവുമുള്ള സമയം വരെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഷെഡ്യൂൾ വൈകിയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പ്രധാനമന്ത്രി കണ്ണൂരിലേക്ക് തിരിച്ചു പോകുന്ന സമയവും വൈകി. ഈ അവലോകന യോഗവും സന്ദർശനങ്ങളും ഒക്കെ ഇങ്ങനെ സമയം നീണ്ടു പോകുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിരുന്നു. ആ സമയം മുഴുവൻ ഈ നഗരത്തിലെ പ്രധാന റോഡിലെ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയായിരുന്നു. സ്വകാര്യ വാഹനങ്ങളൊന്നും കടത്തിവിട്ടിരുന്നില്ല. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ജനങ്ങൾ ഇതൊരു പ്രയാസമായി കണ്ടിരുന്നില്ല. നമുക്കറിയാം, പലപ്പോഴും പല നഗരങ്ങളിലും VIP സന്ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഗതാഗത നിയന്ത്രണം ജനങ്ങൾ വിഷമത്തോടു കൂടിയാണ്. അതിനുള്ളൊരു അസ്വസ്ഥതയും പ്രയാസങ്ങളും തങ്ങളുടെ കാര്യങ്ങൾക്ക് പോകാൻ കഴിയാതെ വരുന്നതിലൊക്കെ ഒരു വിഷമം ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ പ്രതീക്ഷ ഇവിടെ ബാക്കി നിൽക്കുന്നത് കൊണ്ട് ഇതിനുവേണ്ടി ജനങ്ങൾ ഇത് എല്ലാം യാതൊരു വിഷമവും ഇല്ലാതെ ഈ നിയന്ത്രണങ്ങളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങളെല്ലാം ഇതിൻ്റെ എല്ലാ കൃത്യസമയം, ഓരോ സമയത്തും എവിടെയാണ് സന്ദർശനം, എവിടെ എത്തുന്നു, പ്രധാനമന്ത്രി ആരെ കാണുന്നു എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതനുസരിച്ച് കൃത്യമായ വിവരങ്ങൾ ജനങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ചെല്ലുന്നതും ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിച്ചതും ഒക്കെ എത്തിയപ്പോൾ തന്നെ ഈ ദുരന്തം എന്താണ്, എത്രത്തോളം ഇത് ജനങ്ങളെ ബാധിച്ചു എന്നത് പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ജനങ്ങൾക്കും ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രതീക്ഷ വയനാട്ടിലെ ജനങ്ങൾക്കും മലയാളികൾക്ക് ആകെയും ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ട്. കാരണം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതാണ്. ഈ ഹെലികോപ്റ്ററിൽ അദ്ദേഹം പോകുന്ന ദൃശ്യങ്ങൾ, അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്ന ദൃശ്യങ്ങളൊക്കെ ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. എന്തായാലും തിയോഫിൻ, ഞാൻ വരാം, മറ്റ് അതിഥികളിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. തിയോഫിനെ
ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ കളക്ട്രേറ്റിൽ നമ്മുടെ മന്ത്രിസഭാ ഉപസമിതിയുടെയൊക്കെ അവരുടെ പ്രതികരണങ്ങളും എങ്ങനെയാണ് പ്രധാനമന്ത്രിയെക്കുറിച്ച് അവർ അഭിപ്രായപ്പെടുന്നത് എന്നതൊക്കെ ഒരുപക്ഷെ തിയോഫിന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിച്ചേക്കും. ഞാൻ തിയോഫിനിലേക്ക് വരാം. ഇപ്പോൾ ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള നമ്മളോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹനൻ പിള്ള, പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ വേഗത്തിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ ദുരന്തമുണ്ടായ ദിവസം മുതൽ തന്നെ ഇങ്ങോട്ട് കേരളത്തിൻ്റെ സർക്കാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്തു എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സഹായം ഉൾപ്പെടെ, അതായത് NDRFനെ പോലുള്ള സേനയൊക്കെ നൽകുന്നതിലൊക്കെ അവിടെ നിന്നുണ്ടായ ഇടപെടലൊക്കെ ഇതിനകം തന്നെ നമ്മൾ ചർച്ചയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തന്നെ വന്ന് ദുരന്ത മേഖല സന്ദർശിക്കുന്നു, ദുരന്തത്തിൽപ്പെട്ട ആളുകളെ ആശ്വസിപ്പിക്കുന്നു, അവരിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ടറിയുന്നു, അതിനുശേഷം അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം സാധാരണ ഫിക്സ് ചെയ്ത സമയത്തിനേക്കാൾ വൈകിയാണ് അദ്ദേഹം പോകുന്നത്. ഈ കാര്യത്തിലൊക്കെ വളരെ ആത്മാർത്ഥമായ ഇടപെടൽ അദ്ദേഹം നടത്തിയതായി പൊതുവെ അംഗീകരിക്കപ്പെടുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കണം എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതിൽ എന്തോ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതായിട്ട് പറയുന്നുണ്ട്. അതിതീവ്ര ദുരന്തം എന്ന, അല്ലെങ്കിൽ ലെവൽ 3 L3 കാറ്റഗറിയിൽ പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യമാണ് നമുക്കുള്ളത് എന്നാണിപ്പോൾ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോലും തൽക്കാലം പോയിട്ടില്ല എന്നത് അടുത്ത ദിവസമെങ്കിലും അത് ഉണ്ടാകും എന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തോടെ കാണാം എന്ന് ഡോക്ടർ മോഹനൻ പിള്ളയ്ക്ക് തോന്നുന്നുണ്ടോ? എയർ കുറേയൊക്കെ ക്ലിയറായി, അത് നല്ല ഒരു കാര്യമാണ്. രണ്ടാമത്, ദുരന്ത സ്ഥലത്ത്, ഏത് ദുരന്തമാണെങ്കിലും ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് സ്വാഭാവികമായിട്ടും പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡന്റ് അങ്ങനെയുള്ള ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടല്ല. കാര്യം റെസ്ക്യൂ ഓപ്പറേഷൻ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് അബൌട്ട് ടു ഫിനിഷായി. അതിന് ശേഷമാണ് വരുന്നത്. ഇന്ന് വന്നതിന് ശേഷമുള്ള പ്രൈം മിനിസ്റ്ററിൻ്റെ ഇൻട്രാക്ഷൻസ് വിത്ത് ദ ലോക്കൽസ് ഓർ ഈവൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ചീഫ് മിനിസ്റ്റർ, അത് വളരെയധികം പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, ഇതുവരെയുള്ള നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വിസിറ്റ്, ഒരു പർട്ടിക്കുലർ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അനുഭാവം കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അഡീഷണൽ ടൈമിൽ വൺ സ്റ്റെപ്പ് എഹഡ് എന്നുള്ള രീതിയിൽ എക്സ്ട്രാ മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുത്ത് കാര്യങ്ങളിലേക്ക് കടക്കത്തുള്ളൂ. അപ്പം നമുക്കത് ശരിക്കും ഇത് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെയോ തെറ്റിദ്ധാരണ എവിടേക്കോ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി അത് റിയാലിറ്റിയാണ് എന്ന്, റിയാലിറ്റി എന്താണെന്നുള്ളത് ഓൺ ഗ്രൗണ്ടിൽ കണ്ടതിന് ശേഷം അദ്ദേഹം ആ രീതിയിൽ വേണ്ട രീതിയിൽ പ്രതികരിക്കും, അതിനുള്ള കാര്യങ്ങളിൽ ഇടപെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ലാല, ഇതിനകത്തുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കാര്യം സ്റ്റേറ്റിൻ്റെ റിക്വസ്റ്റ് വെച്ചാണ് സാധാരണഗതിയിൽ, സ്റ്റേറ്റ് റിക്വസ്റ്റ് പ്ലസ് അതിന് കണ്ടീഷൻസ് ഉണ്ട്. അതായത് സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ റിപ്പോർട്ടും ഒക്കെ വെച്ചാണ് സാധാരണഗതിയിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്, ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക പാക്കേജ് അല്ല. അതിന് ദേശീയ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അറ്റൻഷനാണ്. ദ സെൻട്രൽ ഗവൺമെൻറ് കെയിം ഇൻ ടു ആക്ഷൻ എന്നുള്ളതാണ്, വിത്ത് ദ സപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് ടോപ്പ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് സബോർഡിനേറ്റ് ആയിട്ട് സെൻട്രൽ ഫോഴ്സസിനെ, എൻ്റയർ സെൻട്രൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യും. അതാണ്. അതുപോലെ തന്നെ നാഷണൽ എമർജൻസി ടൈപ്പ് ഡിക്ലറേഷൻ വരും, ആക്ഷൻസ് ആ രീതിയിൽ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തത്. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിദേശ രാജ്യങ്ങളുടെ എയ്ഡ് വരും, സപ്പോർട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നാഷണൽ ഡിസാസ്റ്റർ ഡിക്ലെയർ ചെയ്താൽ. ആൻഡ് ഫോർത്ത് വിത്ത് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലുള്ള ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADB യുടെ ഹെൽപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെ ഹെൽപ്പ് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്താൽ നമുക്ക് കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ ഗവൺമെൻറ് ക്യാൻ ഇൻറ്ററാക്ട് വിത്ത് ദ ഫോറിൻ ഗവൺമെൻറ് ഫോർ എയ്ഡ് ആൻഡ് ഓൾ.
ഇവിടെ നാഷണൽ പുള്ളി ഞാൻ മനസ്സിലാക്കുന്നത് സ്പെഷ്യൽ പാക്കേജ് തരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, അഡീഷണൽ ഫണ്ട് ആൻഡ് അതർ തിങ്സ്. അപ്പോൾ ഈ സ്പെഷ്യൽ പാക്കേജ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ ആൻഡ് ലോങ് ടേം റീഹാബിലിറ്റേഷൻ, പ്രത്യേക വഴികൾ, അതിനൊക്കെയുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്ത് കൂടുതൽ തരും. അത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. പക്ഷേ ആ നാഷണൽ ഡിക്ലറേഷൻ ആ ലെവൽ വരെ എത്തില്ല എങ്കിൽ പോലും, അതായത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നല്ല രീതിയിൽ തരിക അല്ലെങ്കിൽ എയ്ഡ് നല്ല രീതിയിൽ തരിക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതിനകത്തും കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് ഏഷനിലുള്ള ഒരുപാട് ഹെൽപ്പ് വരും, റീഹാബിലിറ്റേഷൻ, ബിൽഡിംഗ് റോഡ്സ് ആൻഡ് ബിൽഡിങ്സ്, ഹൗസസ്, പിന്നെ ലോട്ട് ഓഫ് ലോൺ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി കിട്ടും. പാക്കേജ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് പാക്കേജ് തരുന്നു എന്നുള്ള രീതിയിൽ കാണുമ്പം നമ്മൾ ആ പാക്കേജ് എന്നുള്ള രീതിയിലോട്ട് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാക്കേജ് കിട്ടിയാലോ വെൽ ഇൻ അഡ്വാൻസ് ആയിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യത്തിനും കവർ ചെയ്യുന്ന രീതിയിൽ കേരള ഗവൺമെൻറ്റിന് ഒട്ടും കഷ്ടപ്പെടാത്ത രീതിയിൽ പാക്കേജ് കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. ബട്ട് ഇതായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ മാതിരി കാര്യം ഇമ്മീഡിയറ്റ് അറ്റൻഷനായിട്ട് നാഷണൽ റിസോഴ്സസ് ഒന്നും മൊബിലൈസ് ചെയ്തില്ല, ഒരു ലോക്കൽ എന്നുള്ള രീതിയിൽ ആ ലാൻഡ് സ്ലൈഡിനെ കണ്ടു കാണണം. അതായിരിക്കും അതിൻ്റെ പാരാമീറ്റർ. അതുകൊണ്ടായിരിക്കണം നമുക്കത് കിട്ടാത്തത്. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നൗ അറൗണ്ട് 80% ഓഫ് ദി തിങ്സ് ആർ ഓവർ. ഇനി ആരൊക്കെ ഏതൊക്കെ പൊളിറ്റീഷ്യൻസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും പ്രൈം മിനിസ്റ്റർ ഹിംസെൽഫ് സീൻ ദ ഗ്രാവിറ്റി ഓഫ് ദി സിറ്റുവേഷൻ. അത് അത് കണ്ടെടുത്തോളം കാലം തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ്. ഡോക്ടർ മോഹനൻ പിള്ള, നമ്മൾ ഇതുവരെ കേട്ട അവിടുത്തെ റെസ്പോൺസുകളിൽ നിന്ന്, ഇതിപ്പോൾ നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ ഉൾപ്പെടെ തിയോഫിൻ ഉൾപ്പെടെ അവിടുന്ന് സംസാരിച്ച കാര്യങ്ങൾ, അവിടുത്തെ ആളുകളുടെ ഒരു പ്രതീക്ഷ, ഇതൊക്കെ നമ്മൾ കേട്ടു. മന്ത്രിമാരുൾപ്പെടെ മാധ്യമങ്ങളോട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കാര്യത്തിൽ വയനാട്ടിലുണ്ടായ ഈ പർട്ടിക്കുലർ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തത്തിൽ വലിയ തരത്തിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നുള്ളത് വേറെ കണക്കാക്കുന്നുണ്ട്. അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു 2000 കോടി രൂപ വേണം എന്നുള്ളതാണ് അടിയന്തരമായി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യം. അതാണ്, ആ 2000 കോടി മാത്രമാണ്. അത് കൂടാതെയാണ് ഈ 1200 കോടിയുടെ ഒരു നഷ്ടം വരുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് വേറെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. കടമെടുത്തിട്ടുണ്ട്, ലോൺ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ, അത് എഴുതി തള്ളേണ്ട കാര്യമുണ്ട്. അങ്ങനെ വരുന്ന സാമ്പത്തിക ബാധ്യതകളുണ്ട്, മറ്റനുബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏതാണ്ടൊരു കുറഞ്ഞ പക്ഷം ഒരു 5000 കോടിയുടെ കണക്കിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അത്രയും വലിയ ഒരു ധനസഹായം വേണ്ടി വരുന്ന ഒരു പദ്ധതിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് ഒരു തരത്തിലും ഒരു ചെറിയ ദുരന്തമല്ല. അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഏതർത്ഥത്തിലും ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും സാധിക്കുന്ന ഒന്നാണ് എന്ന് തന്നെ പറഞ്ഞുകൂടെ? അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ടൗൺഷിപ്പ് തന്നെ ഇല്ലാതായി. അത് പറയാവുന്നതാണ്. കാര്യം ഈ പ്രൈം മിനിസ്റ്റർ മോദിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി അധികാരമേറ്റതിന് ശേഷം ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നമാണ് 2001 ഗുജറാത്ത് എർത്ത് ക്വേക്ക്, ഗുജറാത്തിലെ ഭൂകമ്പം എന്ന് പറയുന്നത്. അന്ന് CM ഗുജറാത്തിൽ CM ആയിട്ട് ഇത് സെയിം കണ്ടീഷൻ ഫേസ് ചെയ്തു. ബട്ട് അറ്റ് ദാറ്റ് ടൈം സെൻട്രലിൽ AB വാജ്പേയി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അന്നേരം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ഗ്രാവിറ്റി കുറച്ച് കൂടുതലായിരുന്നു എന്ന്, അത് ഗ്രാവിറ്റിയിലോട്ട് എനിക്ക് സയൻറ്റിഫിക്കായിട്ട് ഞാൻ പോകുന്നില്ല, ഗ്രാവിറ്റി കുറച്ച് കൂടുതലായിരുന്നു എന്നുള്ളത് പറയാം. അപ്പം ഇതിലും കുറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലഡാക്കിലെ ലാൻഡ് ഫ്ലഡ്, അത് നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തു ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റിക്വസ്റ്റ് വെച്ചിട്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓൺ ദ റിക്വസ്റ്റ് ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും, അല്ലാത്തുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് ഏത് ബേസിലാണ് ഇവിടുന്ന് റിപ്പോർട്ട് കൊടുക്കുന്നത്, ആ റിപ്പോർട്ടിൻ്റെ ബേസിലായിരിക്കണം കാര്യങ്ങൾ കൂടുതൽ ഇത് പോകും. നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഹ്യൂമൻ ലോസ് ആണെങ്കിൽ പോലും അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. അല്ലാതെ അഗ്രികൾച്ചറൽ ലോസ് ആണെങ്കിലും ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ്. ബാക്കിയുള്ള ദ ഗ്രാവിറ്റി ഓഫ് ദി കലാമിറ്റി ഇറ്റ്സെൽഫ്
അതും ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും അത് ഡിക്ലെയർ ചെയ്യുന്നതിൽ യാതൊരുവിധ പൊരുത്തക്കേടും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അതിലോട്ട് പോകുന്നില്ല എന്നും മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്താൽ ഓക്കെ വി വിൽ ഗീവ് ദ അസിസ്റ്റൻസ് ടോട്ടലി, വി വിൽ റീബിൽഡ് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷേ ആ ഒരു സ്റ്റേജിൽ ഞാൻ അങ്ങനെ ഒരു കാര്യമാണ് കൂടുതൽ കാണുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ അസിസ്റ്റൻസ് തരുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും ഉണ്ട്, കൂട്ടത്തിലുണ്ട് എന്നുള്ള രീതിയിലൊരു ഡിക്ലറേഷൻ വരുന്നു. വെളിയിൽ നിന്നുള്ള ഒരു ഇതൊന്നും വേണ്ട, ഞങ്ങൾ കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്തുകൊള്ളാം, ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ദി വേൾഡ് ഔട്ട്സൈഡ് ഇന്ത്യൻ കൺട്രീസ് ആൻഡ് ഓൾ. അപ്പം ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ഐ മേ ബി റോങ്, എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. പക്ഷേ അതുകൊണ്ടാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഡിലേഡ് ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി അത് വീണ്ടും അത് വിശകലനം ചെയ്ത് അങ്ങനെ ഡിക്ലെയർ ചെയ്യണോ വേണ്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് വരും. പക്ഷേ എന്തുകൊണ്ടും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോസ്, എല്ലാ വിധത്തിലുള്ള ലോസ് നോക്കിയാലും, അഗ്രികൾച്ചറൽ ലോസ് ആണെങ്കിലും നാച്ചുറൽ കലാമിറ്റി നോക്കിയാലും നമുക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിന് അർഹമായ നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ശരി. പക്ഷേ ആ പാരാമീറ്റേഴ്സ് ഫുൾഫില്ല് ചെയ്യുന്നോ ഇല്ലയോ, ഇവിടുന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു, അവർ റിപ്പോർട്ട് എങ്ങനെ കൊടുക്കുന്നു, ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. അത് അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കലാമിറ്റി വരുമ്പം എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് വൺ എന്നുള്ള രീതിയിലായിരിക്കണം. തീർച്ചയായിട്ടും ഡിഫറൻസസ് മറന്ന് ഇതിനു വേണ്ടി കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളണം. ഒരു പക്ഷേ അക്കാര്യത്തിൽ വയനാടിൻ്റെ ഈ ദുരന്തം കേരളത്തിലെ രാഷ്ട്രീയത്തെ ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ അതിനുവേണ്ടി തന്നെ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴും കണക്കാക്കി പോവാം. ചില അപസ്വരങ്ങൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കേൾക്കാമെങ്കിൽ തന്നെയും പൊതുവേ നമുക്കങ്ങനെ തന്നെ സംസ്ഥാന സർക്കാർ അതിനകത്ത് കാണിക്കുന്ന നിതാന്തമായ ജാഗ്രത, അതിനകത്ത് കൃത്യമായി തന്നെ രാഷ്ട്രീയം കലരാതിരിക്കാൻ വേണ്ടിയുള്ള ഓരോ സന്ദർഭത്തിലെയും കൃത്യമായ ഇടപെടൽ, മന്ത്രിസഭാ ഉപസമിതി ഉൾപ്പെടെ വയനാട്ടിൽ അവർ കാണിക്കുന്ന സംയമനം, ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ചില പ്രതിനിധികളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പരിസ്ഥിതി മന്ത്രിയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനെ ആ രീതിയിൽ തന്നെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷേ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യങ്ങളെപ്പോലും ആ രീതിയിൽ തന്നെ അവഗണിച്ച് വിടുകയാണ് ഉണ്ടായത്. അതുപോലെ ഒരു രാഷ്ട്രീയ വർത്തമാനമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കാതെ ഇരുന്നു എന്നുള്ളത് തന്നെ രാഷ്ട്രീയമായി ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അവസരങ്ങളും ഉണ്ടാകരുത് എന്നുള്ള കേരള സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലും നടപടികളും തന്നെ ആയിട്ട് വേണമെങ്കിൽ കാണാവുന്നതാണ്. ഞാൻ വരാം ഡോക്ടർ മോഹൻപിള്ള, തിയോഫിനിലേക്കും വരാം. ഇപ്പോൾ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. സ്വാഗതം ശ്രീ മുഹമ്മദ് റിയാസ്. ഇന്ന് വലിയ തിരക്കുള്ള ദിവസമായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം അല്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ തിരക്കാണ്. 12 ദിവസങ്ങളായി ഇപ്പോൾ ഈ കാര്യങ്ങളുടെ പിന്നിൽ തന്നെയാണ്. മറ്റു പല കാര്യങ്ങളും നോക്കേണ്ടതുമുണ്ട് ഒരു മന്ത്രിക്ക് സംസ്ഥാനത്ത് എന്നുള്ളത് അറിയാം. ആ കാര്യങ്ങൾക്ക് ഓടുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഇങ്ങനെയൊരു കാര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ്. ഇതിനിടയ്ക്ക് ജനകീയ തിരച്ചിൽ ഇന്നലെ ഉണ്ടായിരുന്നു, നാളത്തേക്കത് തുടരാൻ പോകുന്നു എന്നൊക്കെയുള്ളത് നമുക്കൊക്കെ അറിയാം. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിൽ മുഹമ്മദ് റിയാസ്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ശുഭാപ്തി വിശ്വാസം എവിടെ നിൽക്കുന്നു? അല്ല, പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം ലോകത്താകെ വയനാട് ദുരന്തത്തെ ഉറ്റുനോക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. കേരളത്തിൻ്റെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിർണായക പങ്ക് വഹിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ അത്തരത്തിൽ പല സംസ്ഥാനങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 3 സംസ്ഥാനങ്ങളിൽ, ബീഹാറും ഹിമാചൽ പ്രദേശും ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേക പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രത്യേക പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 11,500 കോടി രൂപയായിരുന്നു. സ്വാഭാവികമായിട്ടും അതിന് സമാനമായ സഹായം കേരള സർക്കാരിനും ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് പൊതുവേ ലോകത്താകെ വയനാട് ദുരന്തത്തെ ശ്രദ്ധിക്കുന്ന ആളുകൾ കരുതുന്നൊരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിന് മുമ്പ് 2 കേന്ദ്രമന്ത്രിമാർ ഈ ദുരന്തം ഇടത്ത് വരികയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സംഘം വന്നിരുന്നു.
ആ വന്ന കേന്ദ്ര സംഘത്തെ വളരെ വിശദമായി കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെടുത്താൻ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ആ സംഘവുമായി ചർച്ച ചെയ്തിരുന്നു. ഇന്നലെ വയനാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ആ സംഘവുമായി ചർച്ച ചെയ്തിരുന്നു. അതിലെല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. ഈ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ടുള്ളത്. വന്ന് എല്ലാ ഇടങ്ങളും സന്ദർശിച്ചതിന് ശേഷം ഇവിടെ കലക്ട്രേറ്റിൽ ചേർന്ന മീറ്റിങ്ങിൽ, ഞങ്ങളൊക്കെ പങ്കെടുത്ത മീറ്റിങ്ങിൽ അദ്ദേഹം ഈ വിഷയത്തിൽ കേരള സർക്കാരിന് എല്ലാ നിലയിലുള്ള പിന്തുണ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഒരു ഡിജിറ്റൽ പ്രസൻറ്റേഷൻ ആ യോഗത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾ തകർന്നത്, കെട്ടിടങ്ങൾ തകർന്നത്, റോഡുകൾ തകർന്നത്, പാലങ്ങൾ തകർന്നത്, കൃഷിനാശം സംഭവിച്ചത്, അതുപോലെ ഒരു നാടാകെ ഒലിച്ചുപോയ കാര്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഭാവിയിൽ ഇവരുടെ പുനരധിവാസത്തിൻ്റെ ഭാഗമായി തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തുവാനും വേണ്ടി ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഈ പാക്കേജിൻ്റെ ഭാഗമായി വേണ്ടതുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം ലോകമാകെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായ കാലാവസ്ഥാ വ്യതിയാനം വലിയ നിലയിൽ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചതും ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിലുള്ളതിൻ്റെ ശാക്തീകരണത്തിൻ്റെ പ്രാധാന്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് മുഖ്യമന്ത്രി പൊതുവെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിനുശേഷം സംസാരിച്ച പ്രധാനമന്ത്രി എല്ലാ നിലയിലും കേന്ദ്ര സർക്കാർ സഹായിക്കുമെന്നുള്ളതാണ് യോഗത്തെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രതിഫലനത്തിൻ്റെ ഭാഗമായി ഒരു പിന്തുണ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഇന്ന് ഒരു മെമ്മോറാണ്ടത്തിൻ്റെ ആദ്യ ഭാഗം സമർപ്പിക്കുകയുണ്ടായി. ബാക്കി കാര്യങ്ങൾ ഉടനെ തന്നെ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ സമർപ്പിക്കും. ഒരു സംസ്ഥാന സർക്കാർ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ഒരു ഫെഡറൽ സംവിധാന തത്വങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, അതെല്ലാം തന്നെ ഇന്ന് വരെ എന്താണോ പെടുത്തേണ്ടത് അത് മുഴുവൻ ഇതിനകം പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിലും പൊതുവെ പ്രധാനമന്ത്രി തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര സഹായം, ഒരു പ്രത്യേക പാക്കേജ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് നമ്മളുടെ പ്രതീക്ഷ അതുപോലെ നിലനിൽക്കുകയാണ്. ശ്രീ പി എ മുഹമ്മദ് റിയാസ്, ഒരുപക്ഷെ വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. പ്രധാനമന്ത്രി പല ഘട്ടങ്ങളിലും ഇന്ന് തൃപ്തി രേഖപ്പെടുത്തി പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ആരോഗ്യ പ്രവർത്തകരോട് അത് നേരിട്ട് പറഞ്ഞുവെന്ന് അവർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം, അതിനോട് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് തൃപ്തിയാണ്, വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അവരോട് തന്നെ പറഞ്ഞതായിട്ട് കണ്ടു. ഇങ്ങനെ പലയിടത്തും അദ്ദേഹം ഒരുപക്ഷെ ഈ വിശദീകരണങ്ങളൊക്കെ ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടങ്ങളിലും ആർ അജിത് കുമാർ ആദ്യം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം ആ ഭാഗത്ത് കൃത്യമായി കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു. അതിനുശേഷം കളക്ട്രേറ്റിൽ ചീഫ് സെക്രട്ടറിയുടെ ഡിജിറ്റൽ പ്രസൻറ്റേഷനെക്കുറിച്ച് താങ്കളിപ്പോൾ സൂചിപ്പിച്ചു. മുഖ്യമന്ത്രി അവിടെ ഒരു കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു എന്ന് പറഞ്ഞു. അതിനൊക്കെ ശേഷമാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അവിടെയൊക്കെ അദ്ദേഹം ഒരുപക്ഷെ എങ്ങനെയാണോ ഡൽഹിയിൽ നിന്ന് എത്തിയ മനസ്സ്, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മനസ്സുമായിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് എന്നൊരു പ്രതീതിയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയത്. അദ്ദേഹം സന്ദർശിച്ച സ്ഥലത്തെ ജനങ്ങളോട് പിന്നീട് മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. അവരൊക്കെ ഒരു വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു പ്രഖ്യാപനമൊക്കെ. അങ്ങനെ തന്നെ ആണോ സർക്കാരിൻ്റെയും ഒരു പ്രതീക്ഷ? സർക്കാർ ചെയ്ത കാര്യങ്ങളോട് വലിയ രീതിയിൽ തൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അതിനോട് സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഉണ്ട് എന്നൊരു പ്രഖ്യാപനം തന്നെയാണോ ഇന്നൊരു തരത്തിൽ ഇൻഫോർമലായിട്ടാണെങ്കിൽ കൂടി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്? അല്ല, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇനി താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഇടപെടൽ അധികം വൈകാതെ തന്നെ നടത്തും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ദുരന്ത നേരിടുന്ന ഒരു സംസ്ഥാനമായി വർഷാവർഷം നൽകുന്ന ഫണ്ടിൻ്റെ പോരായ്മയൊക്കെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എല്ലാവരും ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ എങ്ങനെ കരുത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്. അതിൽ കേന്ദ്ര സർക്കാരിന് വലിയ റോളുണ്ട്.
സംസ്ഥാന സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സംഘടനകളെയും എല്ലാ വ്യക്തികളെയും ഗ്രൂപ്പുകളെയും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന ഇടപെടലുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണ പിന്തുണ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആ നിലയിൽ കേന്ദ്ര സർക്കാർ സഹായിക്കുമെന്നാണ് ഇന്നിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രയും വേഗം തീരുമാനങ്ങളായി മാറി അതൊരു പ്രഖ്യാപനമായി ഉടനെ തന്നെ സമൂഹത്തിന് മുമ്പാകെ വരുമെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. അത് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മിനിസ്റ്റർ, ഒരുപക്ഷെ ദുരന്തത്തിൻ്റെ ഏത് കാറ്റഗറി എന്നുള്ളതാണ് വലിയ രീതിയിൽ കേന്ദ്രം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നാഷണൽ ഡിസാസ്റ്റർ ആണോ, ലെവൽ 3 കാറ്റഗറിയിലേക്ക് ആണ് ഇത് പോകേണ്ടത് എന്നൊക്കെയുള്ള വാർത്തകളും ചർച്ചകളും നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സൂചനയുള്ളതായി കാണാമോ? മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മീറ്റിങ്ങിലെ സംസാരത്തിൻ്റെ കൺക്ലൂഷൻ പാർട്ട് ഇപ്പോൾ ഡോക്ടർ ലാൽ പറഞ്ഞ പോയിൻ്റായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ കൺക്ലൂഷൻ പാർട്ടിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പിന്നീട് അതിതീവ്ര ദുരന്തമെന്നുള്ള നിലയിലുള്ള എല്ലാ സഹായവും വേണമെന്നുള്ളതാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി അത് തിരുത്താനും തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടിനെ പിന്തുണക്കുന്നതിന് തുല്യമാണ് പ്രധാനമന്ത്രിയുടെ സമീപനം. അതുകൊണ്ട് തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി കണ്ട് അതിതീവ്ര ദുരന്തത്തിന് നൽകുന്ന എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മിനിസ്റ്റർ, ഇപ്പോൾ പല തരത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് ഇന്ന് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു, ചീഫ് സെക്രട്ടറിയുടെ ഡിജിറ്റൽ പ്രസൻറ്റേഷൻ, മുഖ്യമന്ത്രിയുടെ വിശദീകരണം, ഒരു പ്രൈമറി മെമ്മറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിനിസ്റ്റർ നേരത്തെ അങ്ങനെ സൂചിപ്പിച്ചല്ലോ. ഇതിനെല്ലാം അപ്പുറം നേരിട്ട് കണ്ട അനുഭവം പ്രധാനമന്ത്രിയുടെ മുമ്പിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അദ്ദേഹം മോർബി ഡാമിൻ്റെ ദുരന്തമുണ്ടായ ഘട്ടത്തെ, ഗുജറാത്തിലെ ആ ദുരന്തത്തെ പോലും ഓർമ്മിച്ചു ഇവിടുത്തെ ദുരന്തം കണ്ടിട്ട് എന്ന് പറയുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തെ അത് അത്രമാത്രം ടച്ച് ചെയ്തു എന്നുള്ളതാണ്. വയനാട്ടിലെ ഇന്നത്തെ വിശദീകരണങ്ങൾ, അവിടെ നിങ്ങൾ നടത്തിയ പ്രസൻറ്റേഷൻസ് ഒക്കെ തന്നെ. അപ്പോൾ അത്രയ്ക്ക് ഒരു നിവേദനം അവിടെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു നിവേദനം കൂടി എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? അല്ല, 1970 അവസാനത്തിൽ ഗുജറാത്തിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹം കോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒരു സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അഡീഷണലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കേണ്ട മറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും അധികം വൈകാതെ തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കും. സ്വാഭാവികമായും പിന്നീട് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കും. ഇതിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. എന്തിന് ഇതിൽ ഒരു പിന്തുണ, അത് അതിതീവ്ര ദുരന്തം അല്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കേണ്ട വിഷയം വരുന്നു? അങ്ങനെ സ്വീകരിക്കേണ്ട ഒരു പ്രശ്നം കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വരേണ്ട ഒരു വിഷയം ഇവിടെയുണ്ടോ? ഒരു യാഥാർത്ഥ്യമാണല്ലോ, ഇതൊരു അതിതീവ്ര ദുരന്തത്തിൽ പെടുത്തേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക വകുപ്പിൽ പെടുത്തിയിട്ടല്ല 3 സംസ്ഥാനങ്ങൾക്ക് 11,500 കോടി രൂപ സ്പെഷ്യൽ പാക്കേജായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നിലപാട് സ്വീകരിക്കാം. ഇവിടെ ഈ ദുരന്തത്തിൻ്റെ ആഴം, ഈ ദുരന്തത്തിൻ്റെ എല്ലാ നിലയിലുള്ള വ്യാപ്തി, എല്ലാ പ്രശ്നങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും മനസ്സിലാക്കിയതാണ്. പ്രധാനമന്ത്രി ഇന്ന് നേരിട്ട് മനസ്സിലാക്കിയതാണ്, നേരത്തെ കേന്ദ്ര സംഘം വന്ന് മനസ്സിലാക്കിയതാണ്, അതിനുമുമ്പ് കേന്ദ്രമന്ത്രിമാർ വന്ന് മനസ്സിലാക്കിയതാണ്. പിന്നെ എവിടെയാണ് പ്രശ്നം? പിന്നെ ഒരു പ്രശ്നം വരുന്ന കാര്യം ഉദിക്കുന്നേ ഇല്ലല്ലോ. സഹായം ചെയ്യുക, അത് അതിതീവ്ര ദുരന്തമായി കണ്ട് ഇതൊരു ദേശീയ ദുരന്തമാണെന്നുള്ള ഇതിൻ്റെ ഭാഗമായുള്ള സഹായം ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ മറ്റെന്ത് പ്രശ്നമാണ് വരുന്നത്? മറ്റെന്ത് തടസ്സമാണ് വരുന്നത്? ഒരു തടസ്സം ഇതിനകത്ത് വരുന്നില്ല. ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തടസ്സവും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഇതിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കേരളം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിക്ക് തന്നെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്, നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭരണാധികാരി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് തീരുമാനമാക്കി മാറ്റുന്നതിന് മറ്റൊന്നും തടസ്സമില്ല, ഒന്നും തടസ്സമായി ജനാധിപത്യ സംവിധാനത്തിൽ വരുന്നില്ല. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഇതിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയ പാക്കേജ് പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ ഈ മഹാദുരന്തവുമായി ബന്ധപ്പെട്ട് അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കേരളത്തെ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി ഉണ്ടാകും എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം. തീർച്ചയായും അത് അത്രയും തന്നെയാണ് ഇനിയുള്ളത്. അതായത് പ്രധാനമന്ത്രിക്കും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിനിപ്പോൾ ആവശ്യം പണമാണ് എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ പ്രസംഗത്തിൽ തന്നെ
പണത്തിൻ്റെ ഒരു കുറവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം കൃത്യമായൊരു ഉറപ്പ് തന്നിട്ട് പോകുന്നത്. അത് എങ്ങനെയായിരിക്കണം തരേണ്ടത് എന്നുള്ള കാര്യത്തിൽ മാത്രമായിരിക്കണം അദ്ദേഹത്തിന് സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകുക. അങ്ങനെ കാണാമോ? പണം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിവേദനത്തിലൊക്കെ പറയുന്ന പണത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് അവിടെ വായിച്ചെടുക്കാമോ? തീർച്ചയായിട്ടും നമ്മളെല്ലാ ഭാഗവും പരിശോധിച്ച് എല്ലാ നിലയിലുള്ള പരിശോധനകൾ നടത്തിയാണ് റീകൺസ്ട്രക്ഷൻ കോസ്റ്റും മറ്റ് ചെലവുകളും ഒക്കെ അടങ്ങിയ നിലയിലുള്ള കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സമർപ്പിക്കാനുള്ളത്. ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി സമർപ്പിക്കും. ആ നിലയിൽ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട ഭരണാധികാരി എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ഒരു പ്രഖ്യാപനം, ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപനം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. മിനിസ്റ്റർ, സ്പെഷ്യൽ പാക്കേജ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു ആ സ്പെഷ്യൽ പാക്കേജിൻ്റെ കാര്യം. നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നില്ലെങ്കിൽ ആണ് നമുക്ക് സ്പെഷ്യൽ പാക്കേജിലേക്ക് പോകേണ്ടി വരിക. അതോ നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനും അപ്പുറമാണോ? നാഷണൽ ഡിസാസ്റ്ററിലൂടെ കിട്ടുന്ന കാര്യങ്ങൾക്കും അപ്പുറം വയനാടിനൊരു പ്രത്യേക ഒരു ടൗൺഷിപ്പും റീബിൽഡ് വയനാട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് വയനാടിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ പദ്ധതിയും അത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്രം ഈ ഘട്ടത്തിൽ സഹായിക്കുക എന്നുള്ള പരമ്പരാഗതമായ നമ്മുടെ സംവിധാനങ്ങൾക്കപ്പുറമുള്ള ഒരു സഹായമാണോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം? ദേശീയ ദുരന്തമായി ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. അതിതീവ്ര ദുരന്തം L3 കാറ്റഗറിയിൽ പെടുന്ന നിലയിലേക്കുള്ള തീരുമാനം ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. ഇത് മന്ത്രിസഭാ യോഗത്തിൽ ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്ത തീരുമാനം ഞങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി ഉള്ള യോഗത്തിൽ നിലപാട് സ്വീകരിച്ചതാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയും ആ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള നിലയിൽ ആ നിലയിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതാം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇതിനിടയ്ക്ക് വന്ന ആദ്യത്തെ ചില കൺഫ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ തള്ളിക്കളഞ്ഞ വലിയ രീതിയിൽ ഇത്തവണ പ്രചാരം കൊടുക്കാത്ത ചില മന്ത്രിമാരുടെ അഭിപ്രായങ്ങളാണ്. കേന്ദ്രത്തിൽ നിന്ന് വന്ന ചില മന്ത്രിമാർ വയനാടിനെക്കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മൾ കേട്ടതാണല്ലോ. 2 മന്ത്രിമാർ അല്ലാതെ തന്നെ സന്ദർശിക്കുകയും കേരളത്തിന് അനുകൂലമായി പറയുകയും ചെയ്തു എന്ന് താങ്കൾ തന്നെ പറയുമ്പോഴും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പറഞ്ഞതും അമിത്ഷാ പറഞ്ഞതും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതിനിടയ്ക്ക് വന്ന വാർത്തയും ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. അങ്ങ് പ്രതികരിക്കണോ വേണ്ടെന്നുള്ളത് അങ്ങേക്കാണ് തീരുമാനിക്കാവുന്നത്. ശാസ്ത്രജ്ഞരെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ പ്രചരണം നടത്താനുള്ള ശ്രമത്തിൻ്റെ വാർത്തകൾ വന്നതുമൊക്കെ ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അത് വായിച്ചിട്ടാണ്, അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്നലെ വരെ ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ഇന്നിപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു, കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ ഇവരൊക്കെ പറഞ്ഞതും പ്രചരിപ്പിച്ചതുമൊക്കെ തെറ്റാണ് എന്നൊരു ബോധ്യപ്പെടൽ കൂടി പ്രധാനമന്ത്രിക്കുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് അതിനുള്ള മറുപടിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട് പോയത് എന്ന് കാണാമോ? ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഭാഗമായി ചുമതലപ്പെടുത്തിയ മന്ത്രിമാരായ ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് നമ്മുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി അത്തരം പ്രവർത്തനമായി മുന്നോട്ട് പോകണം. പെർമനൻറ്റ് റീഹാബിലിറ്റേഷൻ എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി എല്ലാവരെയും യോജിപ്പിച്ചിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകൾ, അതൊക്കെ ഇപ്പോൾ അതിലൊരു അഭിപ്രായം പറഞ്ഞു പോകുന്ന ഒരു ഘട്ടമായി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അതിനകത്ത് സമൂഹത്തിൽ നിലപാടുകളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, ഒക്കെയുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോവുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ സംഘടനകളും, എല്ലാ ഗ്രൂപ്പുകളും, എല്ലാ പ്രസ്ഥാനങ്ങളും, സ്ഥാപനങ്ങളും, വ്യക്തികളും, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നില സ്വീകരിച്ച് പോകണമെന്നുള്ളതാണ് പൊതുവെ ആഗ്രഹിക്കുന്നത്. എപ്പോഴത്തേക്ക് ഒരു പ്രഖ്യാപനം ഉണ്ടാകും, അങ്ങനൊരു ഉറപ്പ് പ്രധാനമന്ത്രി പറഞ്ഞോ? ഏതെങ്കിലും തരത്തിലൊരു സൂചന നൽകിയോ? അതോ സ്വാഭാവികമായി ഒരു ചർച്ച അവസാനിച്ച് പോകുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അധികം വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ദുരന്തം
ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ഇന്ന് ജീവൻ രക്ഷപ്പെട്ടവരുടെ മനസ്സ് ഉണങ്ങാത്ത മുറിവുകളുള്ള മനസ്സാണ്. അവർക്ക് ആശ്വാസമാകുന്ന നിലയിൽ, അവർക്ക് ആത്മവിശ്വാസം നൽകാൻ പറ്റുന്ന നിലയിൽ, അവരുടെ അവകാശമാണിത്, ഔദാര്യമല്ല എന്ന് തോന്നുന്ന നിലയിൽ അധികം വൈകാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക പിന്തുണയും പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരൊറ്റ ചോദ്യം കൂടി, ഇനിയിപ്പോൾ നാളെ ജനകീയ തിരച്ചിൽ തുടരുന്നു എന്നാണല്ലോ, അത് ഏത് രീതിയിലാണിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? വയനാട്ടിലെ ഇപ്പോഴത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഘട്ടം ഇപ്പോൾ നടക്കുന്നത് ഏത് രീതിയിലാണ് ഇനി അങ്ങോട്ട് പോവുക മുന്നോട്ട്? ജനകീയ തെരച്ചിലിൻ്റെ ആദ്യ ദിനം കഴിഞ്ഞു. അത് പ്രധാനമന്ത്രി വരുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു, ഇന്നലെയായിരുന്നു. അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി വരുന്ന വിവരം പുറത്തു വന്നിട്ടില്ലായിരുന്നു. സ്വാഭാവികമായും പ്രധാനമന്ത്രി വരുന്ന വിവരം പുറത്തു വന്നപ്പോൾ 24 മണിക്കൂറിന് മുമ്പ് ആ സ്ഥലത്തും പ്രദേശത്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജനകീയ തെരച്ചിലിൻ്റെ സമയം വല്ലാതെ നമ്മൾ കുറക്കേണ്ടി വന്നു. എന്നാൽ നാളെ പരമാവധി ഉച്ചവരെ തന്നെ, രാവിലെ മുതൽ ഉച്ചവരെ തന്നെ ജനകീയ തെരച്ചിൽ നടത്തും. ആ ജനകീയ തെരച്ചിൽ തീർച്ചയായും ആ പ്രദേശത്തുള്ളവർ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ, ക്യാമ്പിൽ മാനസികമായി ആ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാകാൻ തയ്യാറാണെന്നുള്ള കരുത്തുള്ള ആളുകൾ, അവരെ കൊണ്ടുവരാൻ പറ്റൂ. കാരണം മറ്റുള്ളവരെ കൊണ്ടുവന്നാൽ അതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രയാസമുണ്ട്. നമുക്ക് തന്നെ അവിടെ പോകുമ്പോൾ പല നിലയിലും മാനസികമായി പ്രയാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ജനിച്ച് കളിച്ച് വളർന്നവരെ സംബന്ധിച്ചിടത്തോളം ദുരന്തത്തിന് ശേഷം ആ ഭൂമിയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ആ പരിസരവും ആകെ മാറിയിരിക്കുകയാണ്. വല്ലാത്ത മാനസിക പ്രയാസം അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അതിന് പറ്റുന്ന ആളുകൾ ഇവരെയൊക്കെ വെച്ചുകൊണ്ടാണ് ജനകീയ തെരച്ചിൽ നടത്തുന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം മറ്റെവിടെയും കാണാത്ത ഇത്തരം ഒരു ജനകീയ സ്വഭാവമുള്ള തെരച്ചിലിൻ്റെ ഉദ്ദേശം അവിടെ താമസിച്ചവർക്ക് ആ തെരച്ചിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളെ വലിയ നിലയിൽ സ്വീകരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ അവർ മനസ്സിലാക്കണം, ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കണം. ആ നിലയിലാണ് ജനകീയ തെരച്ചിൽ. അത് എല്ലാവരുടെയും പിന്തുണയോടെ, സന്നദ്ധ ഭടന്മാരായിട്ടുള്ള അവിടെ ഒരുപാട് പ്രയാസം അനുഭവിച്ച് ഇറങ്ങുന്നവരെല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് ആ ജനകീയ തെരച്ചിൽ മുന്നോട്ട് പോവുക. യെസ്, വളരെ നന്ദി ശ്രീ PA മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി, കൈരളി ന്യൂസ് ആൻഡ് വ്യൂസിനോട് സഹകരിച്ചതിന്. ജനകീയ തെരച്ചിലിൻ്റെ നേതൃത്വവും നാളെ രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെയും കൂടി നേതൃത്വത്തിലാണ്, മന്ത്രിസഭാ ഉപസമിതിയുടെയും കൂടി നേതൃത്വത്തിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി പാക്കേജ് പ്രഖ്യാപിക്കും എന്നാണ് മന്ത്രി ഇപ്പോൾ പ്രതീക്ഷ പങ്കുവച്ചത്. സംസ്ഥാന സർക്കാരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് തിയോഫിൻ, കളക്ടറേറ്റിലെ ചർച്ചകളുടെ ഒരു രൂപം ഇപ്പോൾ നമുക്ക് ശ്രീ മുഹമ്മദ് റിയാസിൽ നിന്ന് ലഭിച്ചതും കൂടി ഇവിടെ ഉണ്ട്, നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. ഇതൊക്കെ അവിടുത്തെ ജനങ്ങളുടെ പൊതുവെയുള്ള വയനാടിനെ റീബിൽഡ് ചെയ്യാൻ, പുനഃ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ ഒക്കെ മനസ്സിൽ ഈ കേന്ദ്ര സഹായത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ട്, ആ സ്വപ്നങ്ങളുണ്ട്, ആ പ്രതീക്ഷയുണ്ട്. അതൊക്കെ തന്നെയാണ് എല്ലാവരും രാവിലെ മുതൽ ഈ ഒരു സന്ദർശനത്തെ അത്ര വളരെ ഗൗരവത്തോടു കൂടി എടുത്തതിനും കാരണം. അപ്പോൾ എത്ര വേഗതയിൽ ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണിപ്പോൾ അവിടെ ആളുകൾ കരുതുന്നത്. അവർക്ക് പ്രധാനമന്ത്രിയിൽ ആ വിശ്വാസം ഇന്ന് അവർ പ്രകടിപ്പിച്ചത് അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണല്ലോ. എത്ര വേഗത്തിൽ എന്നാണ് അവർ കാണുന്നത്? വളരെ വേഗം തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രഖ്യാപനമെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു സൂചനകൾ ഇന്ന് ലഭിക്കുമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും വയനാടിനൊപ്പം ഉണ്ട് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു താമസം ഒറ്റയടിക്ക് ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് പകരം ഒന്നുകൂടി ഒരു വിലയിരുത്തലിൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടി അല്ലെങ്കിൽ അതിനുള്ളൊരു നടപടിക്രമം കൂടി ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു സമയം കൂടി ആവശ്യമുണ്ടായിരിക്കാം. കാരണം പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോടൊപ്പമാണ്, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് സന്ദർശിച്ചത്. ഇന്നലെ കേന്ദ്ര സംഘം സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഒരു റിപ്പോർട്ടിനെ കൂടി ഇതിനോടൊപ്പം വിലയിരുത്തേണ്ടതുണ്ട്. ഇന്ന് ഇവിടുത്തെ അവലോകന യോഗത്തിൽ, കൽപ്പറ്റയിൽ നടന്ന അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അദ്ദേഹത്തിന് നൽകിയത് ചീഫ് സെക്രട്ടറി സമർപ്പിച്ച ആ ഡിജിറ്റൽ പ്രസന്റേഷൻ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളും ഈ കേന്ദ്ര സംഘം ഇന്നലെ ഉൾക്കൊണ്ട കാര്യങ്ങളും കൂടി ചേർത്ത് എന്തെല്ലാമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതി റീബിൽഡ് വയനാട് എന്ന ഒരു കൺസെപ്റ്റിലോടുകൂടി
അതുകൂടി പഠിച്ച് അതിനൊരു വിലയിരുത്തലിൻ്റെ ഒരു സമയം, ഒരു പക്ഷേ ഒരു ചെറിയ സമയം അതിനാവശ്യമുണ്ടായിരിക്കാം. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങൾ. അതാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. കാരണം ഈ പ്രഖ്യാപനം ആണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം. കാരണം ഈ ഒരു ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളെല്ലാം ഇത് സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നടപ്പാക്കണമെങ്കിൽ നമ്മുടെ കേരളീയ ജനതയും കേരള സർക്കാരും മാത്രം വിചാരിച്ചാൽ സാധ്യമാകില്ല. അതിന് വലിയൊരു സാമ്പത്തിക പിന്തുണ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. കേന്ദ്രം കേരളത്തോടൊപ്പമുണ്ട് എന്ന്. പക്ഷേ ആ പ്രഖ്യാപനം മാത്രം പോരാ, അത് പ്രവൃത്തിയിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കേണ്ടതുണ്ട് എന്നാണല്ലോ. ഞാൻ വരാൻ തിയോഫിൻ, നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് ഒന്നുകൂടി കാണേണ്ടതുണ്ട്. ഇപ്പോൾ ബ്രിഗേഡിയർ മോഹൻപിള്ള, ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളിൽ നിന്ന് ഇതിപ്പോൾ തിയോഫിൻ പറഞ്ഞ വയനാടിൻ്റെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ഒരു സ്വപ്നമുണ്ടല്ലോ, അത് ഒരുപക്ഷെ ഇന്ന് പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചതിന് ശേഷം ഒരു പ്രഖ്യാപനത്തിൻ്റെ ഒരു സൂചനയെങ്കിലും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ആശ്വാസം നൽകാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് വലിയ മെച്ചമുണ്ടാക്കിയേനെ, അവിടുത്തെ ആളുകൾക്കത് വലിയൊരു ആശ്വാസമായേനെ എന്ന് ഒരു കമൻറ്റ്. അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും ലാലെ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് ആദ്യം മുതൽ തന്നെ. അതായത് പ്രൈം മിനിസ്റ്റർ ഷുഡ് ഹാവ് ബീൻ ബെറ്റർ, ഹി ക്യാൻ ഡിക്ലെയർ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ ആദ്യം മുതലല്ലോ ഇതിനകത്ത് കാണേണ്ടത്, നാഷണൽ ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ചിട്ട് ഒരു പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് 2 ഒബ്സ്റ്റാക്കിൾസ് ഉണ്ട്, അത് പ്രശ്നമുണ്ട്. അതായത് ഒന്ന്, ഇത് മനുഷ്യ നിർമ്മിതമായിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല എന്ന് പ്രൂവ് ചെയ്യുകയും, രണ്ടാമത് അഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വനനശീകരണം കൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളതാണെന്ന് വരുത്തുകയും കൂടെ ചെയ്യും. ഇത് രണ്ടും ഇല്ല എന്ന് ആദ്യം മുതൽ തന്നെ അങ്ങനെയാണ് എന്നൊരു പ്രൊജക്ഷൻ ഔട്ട്സൈഡിൽ വന്നതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വേണ്ടപ്പെട്ട ആൾക്കാർ പ്രതികരിച്ചത്. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ന്യൂസ് ഇന്ത്യയിൽ മൊത്തം ഒന്ന് പ്രചരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. വയനാട്ടിൽ ഇങ്ങനെയാണ്, അവിടെ കോറികളുണ്ട്, അല്ലെങ്കിൽ അവിടെ മറ്റുള്ള എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്, അവിടെ വനങ്ങളെല്ലാം വെട്ടി, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ഡോക്ടർ മോഹൻപിള്ള, ഒരുപക്ഷെ നമുക്ക് ഏത് ദുരന്തത്തെ വേണമെങ്കിലും ഈ രീതിയിൽ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടായ ദുരന്തമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? ഇപ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു, അത് അങ്ങനെ മനുഷ്യൻ്റെ ചില പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. അതുപോലെ നരേന്ദ്രമോദി തന്നെ ഇന്ന് സൂചിപ്പിച്ച പിന്നെ ഈ അവിടുത്തെ ഡാം അപകടം ഉൾപ്പെടെ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, അത് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് വേണമെങ്കിൽ അതെ, മോർബി ഡാം അപകടം. അപ്പോൾ അത് ഉൾപ്പെടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. വയനാട്ടിലതും അങ്ങനെ പറഞ്ഞു വെക്കാം വേണമെങ്കിൽ. അതിന് മന്ത്രിമാർ തന്നെ തുടക്കം ഇട്ടു എന്ന് പറയുന്നത് നിർഭാഗ്യകരം. പക്ഷേ അത് അങ്ങനെ അല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു സന്ദർഭമുള്ളപ്പോൾ സംസ്ഥാനത്തിൻ്റെ സ്വരവും സംസ്ഥാനം മുന്നോട്ട് വെക്കുന്ന വിശദീകരണവും അല്ലേ പ്രധാനം? അതാണല്ലോ ലാലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പം ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റിദ്ധാരണകൾ മാറി എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇഫ് യു റിമെമ്പർ. അതായത് പ്രൈം മിനിസ്റ്റർ ഹിംസെൽഫ്, കേൾക്കേണ്ട ആളും കാണേണ്ട ആളും നേരിട്ട് കണ്ടപ്പോൾ മറ്റുള്ള അവസരങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ലാതെയായി. ഇനിയും ഒരു പ്രസക്തിയുമില്ല. എന്തു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിയാലിറ്റി ഓൺ ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്ത് കാണേണ്ട ആൾ കണ്ട് ഡിക്ലെയർ ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിക്ലെയർ ചെയ്യേണ്ടതായിരുന്നു. അപ്പം ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ പ്രതീക്ഷ മാത്രമാണ്, അതായത് ഇൻക്രീസ് ഫണ്ടിന് ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഫണ്ട് ഇൻക്രീസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്ന്, ഈ പാക്കേജ് വരുമ്പോഴത്തേക്ക്. രണ്ടാമത്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ഇച്ചിരൂടെ സ്മൂത്ത് ആവും നല്ല രീതിയിൽ. ഈ വിസിറ്റ് കൊണ്ട് ഞാൻ കാണുന്ന ഒരു അഡ്വാൻറ്റേജ് അതാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ബന്ധം കുറച്ചുകൂടി ഊഷ്മളമായിട്ട് മുന്നോട്ട് പോവുകയും, അതുപോലെ തന്നെ ഫണ്ട് റേസ് തീർച്ചയായിട്ടും ഉണ്ടാവും നല്ല രീതിയിൽ. ആദ്യം തന്നെ പാക്കേജ് എന്താണോ ഈ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആ ലെവലിലോ ഇത് എന്തെങ്കിലും ഒരു നോട്ടിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും മൾട്ടിപ്പിൾ ഫോൾഡ് ഇൻക്രീസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കണ്ട് അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് ഇപ്പോൾ ഡോക്ടർ മോഹൻപിള്ള ചൂണ്ടിക്കാട്ടിയത്. ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. അതായത് ഫണ്ട് ഇൻക്രീസ് ചെയ്യും, നേരത്തെ എന്താണോ കരുതി വെച്ചത് കേന്ദ്രം അതിനപ്പുറമുള്ള, അത് പല മടങ്ങ് ചിലപ്പോൾ വർദ്ധിച്ചേക്കാം എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഡോക്ടർ മോഹൻപിള്ള പ്രകടിപ്പിച്ചത്. അതോടൊപ്പം
കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിൽ കേരളവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ചുകൂടി ഒരു ഊഷ്മളത ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെയും നമുക്ക് വളയാനും തിരിയാനും ഒക്കെ ചിലപ്പോൾ ശ്രമിക്കേണ്ടി വരും. അതാണ് നേരത്തെ മന്ത്രിയും സൂചിപ്പിച്ചത്. ഡോക്ടർ മോഹനൻപിള്ള, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് പ്രധാനമന്ത്രി അവസാനം കളക്ട്രേറ്റിൽ വെച്ച് അവലോകന യോഗം കൂടിയപ്പോൾ മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും മന്ത്രിമാരുടെയും ഒക്കെ മുന്നിൽ, ഉദ്യോഗസ്ഥരുടെയൊക്കെ മുന്നിൽ പറഞ്ഞത് കേരളം ഒറ്റയ്ക്കല്ല, കേന്ദ്രം ദുരിതബാധിതർക്ക് ഒപ്പമാണ്, കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനൊപ്പമാണ്, ദുരിതബാധിതരെ സംരക്ഷിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, പണം ഒരു തടസ്സവും ആകില്ല, വയനാടിൻ്റെ സ്വപ്നങ്ങൾ തകർന്നുകൂടാ, വയനാടിനെ പ്രത്യേകം എടുത്ത് പറയുകയാണ്, കേരളത്തിൻ്റെ ആവശ്യം പരിഗണിക്കും, കേരള സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം പരിഗണിക്കുമെന്നാണ്. ഇത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി അവിടെ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം. ഇപ്പോൾ മന്ത്രിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ, അതായത് ഒരു പക്ഷേ വളരെ പോസിറ്റീവായിട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരുപക്ഷെ കേരളം ആവശ്യപ്പെടുന്ന ഒരു തുക ഇന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഡോക്ടർ മോഹനൻപിള്ള നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ അതിനേക്കാൾ അപ്പുറം ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, അതായത് ഇവിടെ കണ്ട കാഴ്ചകളും മനസ്സിൽ തട്ടിയ പല കാര്യങ്ങളും ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. ഒരുപക്ഷെ പല മടങ്ങ് പല പ്രഖ്യാപനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു ആലോചന വേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഞാൻ പറഞ്ഞത് കാരണം പൈസ ഒന്നിനും ഒരു പ്രശ്നമല്ല എന്നുള്ള ആ കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടുന്ന ആ എയ്ഡ്, ഫിനാൻഷ്യൽ എയ്ഡ് എന്ന് പറയുന്നത് 10 മടങ്ങ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് ഏത് ഫീൽഡും, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഡെവലപ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി പ്രത്യേക ഫണ്ടിങ് കൊടുക്കാൻ പറ്റും. അപ്പം കേരള ഗവൺമെൻറ്റിനോട് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് സ്പെഷ്യലായിട്ട് എന്തൊക്കെയുണ്ടോ യു സബ്മിറ്റ് ദ എൻറ്റയർ റിക്വസ്റ്റ്, അതായത് ഡീറ്റെയിൽഡ് റിക്വസ്റ്റാണ് ആൻഡ് ഡിമാൻഡ്. അപ്പം അത് സബ്മിറ്റ് ഇൻ ദ ഫോം ഓഫ് എ മെമ്മോറാണ്ടം, അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളത് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നാഷണൽ ഡിസാസ്റ്ററായി ഡിക്ലെയർ ചെയ്യുമായിരുന്നെങ്കിൽ ലാലെ തീർച്ചയായിട്ടും എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേരളത്തിന് ഇമ്മീഡിയറ്റായിട്ട് സപ്പോർട്ട് തരേണ്ടതായിരുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും തരണം. അത് ഞാൻ മനസ്സിലാക്കിയത് കുറേ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ മാത്രമാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഇതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽ അറിയില്ല, എന്നിരുന്നാൽ പോലും. അപ്പം ആ ഒരു ലെവലിലോട്ട് നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്യില്ല, അല്ലെങ്കിൽ പക്ഷേ പാക്കേജ് നമുക്ക് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നാഷണൽ ഡിസാസ്റ്റർ ഇമ്മെറ്റീരിയൽ നമ്മൾ വീണ്ടും നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയും നമ്മുടെ കണ്ടീഷനും മനസ്സിലാക്കി നാഷണൽ ഡിസാസ്റ്ററായി ഡിക്ലെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ, അതിജീവനം സാധ്യമാവൂ, വയനാടിനെ റീബിൽഡ് ചെയ്യാൻ പറ്റൂ. പക്ഷേ തത്തുല്യമായി കോമ്പൻസേഷൻ തരുന്നു, അല്ലെങ്കിൽ പാക്കേജിലൂടെ നമുക്ക് പുനർനിർമ്മാണത്തിനുള്ള എല്ലാ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ് സഹായിക്കുന്നു എന്ന് ഏറ്റിരിക്കുന്നു എന്ന് വേണം നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള എല്ലാ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രധാനമന്ത്രിയുടെ വരവിനെ വളരെ പോസിറ്റീവായി കാണുന്നു. അതെ, ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി തള്ളുക എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നുള്ളതാണ്. തിയോഫിൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അവിടെ വയനാടിൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ്? നമ്മൾ മൊത്തം കേരളത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടെ രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സംഘടനകൾ, അവിടുത്തെ പല സമുദായ സംഘടനകൾ ഉൾപ്പെടെ പലതുമുണ്ട് അവിടെ. അവരുടെയൊക്കെ ചിന്തകൾ ഏത് വഴിക്കാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം എന്ന് വേണം കാണാൻ. ലാൽ, ഈ ആദ്യം നമുക്ക് ആ ദുരന്തത്തിന്റെ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് വരാം. ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുമിച്ച സാഹചര്യമാണ്. അത്തരത്തിലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ നിലയ്ക്ക് തന്നെയാണ് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിലൊരു രാഷ്ട്രീയ വേർതിരിവുമില്ലാതെ ചിന്തിച്ചതും പ്രധാനമന്ത്രിയുടെ വരവിനെ, ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് ഇവിടുത്തെ ദുരന്തം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ വയനാടിന് വേണ്ടി, വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വേണ്ടത് കിട്ടും, ആ പുനർനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര
കേന്ദ്രമുണ്ട് എന്ന വാക്കുകൾ കൂടി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയവും കാണാതെ രാഷ്ട്രീയത്തിനപ്പുറം ഉള്ള ഒരു സപ്പോർട്ട് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടുമെന്ന പ്രതീക്ഷയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും ഒക്കെ, ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, സാമൂഹ്യ സംഘടനകളും ഒക്കെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, വയനാട്ടിൽ തന്നെയുള്ള എല്ലാവർക്കും, മലയാളികൾക്കുള്ളതുപോലെയുള്ള ഒരു പ്രതീക്ഷ, കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്നിപ്പോൾ പങ്കുവച്ചത്. പ്രധാനമന്ത്രിയുടെ വരവ് ആ രീതിയിലൊരു ചർച്ചയ്ക്കാണ് പതിവില്ലാത്ത വിധം കേരളത്തിൽ ഇന്നിപ്പോൾ അങ്ങനെ ഒരു ചർച്ചയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട്, എല്ലാ വേർതിരിവുകളും വെച്ചുകൊണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്തൊക്കെ തരത്തിലുണ്ടെങ്കിലും അതൊക്കെ വെച്ചുകൊണ്ട് കേരളം പ്രധാനമന്ത്രിയെ വിശ്വസിക്കുകയാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ കേരളം ഒറ്റയ്ക്കല്ല, കേന്ദ്ര സർക്കാർ ഉണ്ട്, കേരള സർക്കാരിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയ പ്രധാനമന്ത്രിയുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മനസ്സ്, വയനാടിൻ്റെ മനസ്സ്. അത് എത്ര വേഗമുണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന് ഒടുവിൽ കേരളത്തിൻ്റെ എല്ലാ ഊർജവും വയനാടിനൊപ്പം നിന്നുകൊണ്ട് വയനാടിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലേക്ക് ഇറങ്ങുന്ന ദിവസം നോക്കിയിരിക്കുകയാണ് എല്ലാവരും. വളരെ നന്ദി ഇന്ന് ചർച്ചയിൽ ചേർന്നതിന് മന്ത്രി മുഹമ്മദ് റിയാസ്, ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള, ഒപ്പം തിയോഫിൻ.